ശ്രീ പി ശ്യാംരാജ് തുടരുക. ഈ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി യുവാക്കൾക്ക് പരിഗണന ലഭിക്കുന്നുണ്ട് എങ്കിലും ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ ഈ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ സർക്കാരിന് അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാന വിമർശനം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുമ്പോൾ എന്തായിരിക്കും അതിനുള്ള മറുപടി എന്നുള്ള നിലയിൽ എന്തായിരിക്കും പറയാൻ കഴിയുക ശ്രീ പി ശ്യാംരാജ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ രണ്ടു തവണ നമുക്കത് ഞാൻ പറയുന്നതിൽ നിന്ന് മാറ്റിവെക്കേണ്ടത്. ഒന്ന്, കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലഘട്ടം വരെ ആയപ്പോഴത്തേക്ക് 45 കോടി മുദ്രാ ലോണുകളാണ് കൊടുത്തിട്ടുള്ളത് നാട്ടിലെ ചെറുപ്പക്കാർക്കായിട്ട്. അതിൽ 69% വനിതകൾക്കാണ്. അതിൽ തന്നെ തന്നെ 50% വരുന്നത് ഈ രാജ്യത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർക്കാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രായോഗികമായി നടക്കാൻ പറ്റാത്തതും എന്നാൽ അവർ പറഞ്ഞു മുഴുവനായിട്ട് സർക്കാർ തൊഴിൽ കൊടുക്കണമെന്നുള്ള ഒരിടത്തും ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന കേരളത്തിലടക്കം ഒരിടത്തും ഇവരത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കിയിട്ടുമില്ല. കേരളത്തിൽ PSC എത്രയോ ഒഴിവുകളാണ് ഇനിയും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. കേരള CPOയുടെ റാങ്ക് ലിസ്റ്റിലോട്ട് ഒരു കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതിനെയും രണ്ടാം പ്രതിനെയും കോപ്പി അടിച്ച് ഒന്നാം റാങ്കുകാരനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ എവിടെയാണ് ഇത് പ്രായോഗികവൽക്കരിച്ചിട്ടുള്ളത്? എന്നാൽ മറുവശത്ത് നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ തന്നെ ഈ രാജ്യത്തെ ചെറുപ്പക്കാരോടായിട്ട് പറഞ്ഞത് നിങ്ങൾ ജോലി തേടുന്നവരാകാതെ നിങ്ങൾ തൊഴിൽ ദാതാക്കളാവൂ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് അദ്ദേഹം മുദ്ര ലോണോടെ പ്രഖ്യാപിച്ചത്. ഈ 45 കോടിയുടെ വലുപ്പം ഒന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ അടിക്കടി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മുഴുവൻ ജനസംഖ്യയേക്കാൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇവിടെ ലോൺ 32 കോടിയാണ് അമേരിക്കയുടെ മുഴുവൻ ജനസംഖ്യ. അതിനും അമേരിക്കയുടെയും റഷ്യയുടെയും മുഴുവൻ ജനസംഖ്യയുടെ ഒപ്പം വരുന്ന മുദ്രാ ലോണുകളിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു കഴിഞ്ഞതേ. ഇനി ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചിട്ട്, യൂണിക്കോണുകളെ കുറിച്ചിട്ട് ഇന്ത്യയിലെ യുവജനങ്ങൾ എന്നാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്? 5 or 10 വർഷമേ ആയിട്ടുള്ളൂ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന 400 വരുന്ന സ്റ്റാർട്ടപ്പുകളാണ്. ഇന്ന് ലോകത്തിലെ 3ാമത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായിട്ട് 1 ലക്ഷത്തിലധികം വരുന്ന സ്റ്റാർട്ടപ്പുകളുമായിട്ട് ഈ രാജ്യം വളർന്നതേ. യൂണിക്കോൺ 100-ലധികം വരുന്ന യൂണിക്കോണുകൾ ഇന്ന് ഈ രാജ്യത്തുണ്ടെന്നേ. ഇനി പ്രധാനമന്ത്രിയുടെ കൗശൽ വികാസ് യോജനയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചല്ലോ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയ്ക്ക് കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 1.5 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൈപുണ്യത്തിൽ പരിശീലനം കൊടുക്കുന്നേ. ഇനി അത് കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണെന്നേ. മുദ്രാ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പുതിയ പ്രഖ്യാപനം എന്താണ്? 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമാക്കി കൊടുക്കുന്നു. മിടുക്കരായിട്ടുള്ള ബിസിനസ് ചെയ്യാൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഒരു ഫേം, ഒരു സ്ഥാപനം നടത്താൻ അറിയാവുന്ന ചെറുപ്പക്കാർക്ക് അവരെടുത്തിട്ടുള്ള 10 ലക്ഷത്തിന്റെ കണക്ക് കൃത്യമായിട്ട് അവർക്ക് തിരിച്ചടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് 20 ലക്ഷമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണെന്നേ. ഇനി 500-ലധികം വരുന്നിട്ടുള്ള ഇന്ത്യയിലെ ലോകം മാറി, രാജ്യം മാറി. നമ്മൾ ഈ സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇടതുപക്ഷം ഈ പാവയ്ക്ക വലുപ്പത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷവും പറയുന്നത് കേട്ട് വിശ്വസിച്ചിരുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ഒരിടത്ത് എത്താൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ രാജ്യം ഒരിടത്ത് എത്താൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് മാറിയ ലോകത്തിനനുസരിച്ചിട്ട് ചിന്തിച്ചേ പറ്റൂ. അതിനനുസരിച്ച് നമുക്ക് മാറിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് 500-ൽ പരം വരുന്ന ഈ രാജ്യം ഒട്ടാകെയുള്ള വിവിധ കമ്പനികളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഇന്റേൺഷിപ്പ് കൊടുത്ത് പറഞ്ഞയക്കുന്നത്. ഇന്റേൺഷിപ്പിനെ അയക്കുമെന്ന് മാത്രമല്ല, അവർക്കുള്ള സ്റ്റൈപ്പൻഡ് ആര് കൊടുക്കും? സർക്കാർ കൊടുക്കും. കേന്ദ്ര സർക്കാർ മാസം 5000 രൂപ വെച്ചിട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രശ്നമായിരുന്നു. നമ്മളുടെയൊക്കെ അടുത്ത് എത്രയോ ചെറുപ്പക്കാർ വന്ന് പറയുകയാണ് ലോണിന് ബുദ്ധിമുട്ടാണ് എന്ന്. നന്നായിട്ട് പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസ ലോൺ കിട്ടാൻ വേണ്ടി സാധിക്കുന്നില്ല. എത്രയോ ബാങ്കുകളുമായിട്ട് പോയിട്ട് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്കീം വഴി തയ്യാറായിരിക്കുന്നു. ഇനി സ്റ്റാൻഡപ്പ് ഇന്ത്യ എടുത്ത് നോക്കൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 7351 കോടി രൂപയാണ് ഈ നാട്ടിലെ SC/ST വിഭാഗത്തിൽപ്പെട്ടുള്ള ചെറുപ്പക്കാർക്ക് ലോണായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് സർവ്വകാല റെക്കോർഡാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ രാജ്യത്തെ ചെറുപ്പക്കാർ തൊഴിൽ തേടുന്നവരിൽ നിന്ന്, തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ ദാതാക്കളായി മാറുന്ന ഒരു കാലഘട്ടത്തില് അവരൊക്കെ തൻകാലിൽ നിന്നിട്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പുകളും യൂണിക്കോണുകളും ഒക്കെ വളർത്തുന്ന ഈ കാലഘട്ടത്തില് അതിനെക്കുറിച്ച് നാം ചിന്തിക്കാതെ ഇനി സർക്കാർ ജോലി കൊടുക്കരുത് എന്നൊരു അഭിപ്രായമില്ല. കഴിഞ്ഞ 2-3 വർഷത്തിനകത്ത് 10 ലക്ഷത്തിനടുത്തുള്ള സർക്കാർ ജോലി നേരിട്ട് പ്രധാനമന്ത്രി കത്തയച്ച് അവരുടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്തത്. എത്രയോ തവണ നമ്മൾ കണ്ടു. റെയിൽവേയിൽ കഴിഞ്ഞ മാസം വരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റെയിൽവേയിലെ വിവിധ ബാങ്കുകളിലൊക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരുന്നത് തന്നെയുണ്ട്. അപ്പോ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ കബളിപ്പിക്കുവാനും യഥാർത്ഥത്തിൽ നടക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു മൂവ്മെന്റ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം,
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്. കേരളത്തിൽ എവിടെയോ ചെറുപ്പക്കാർ, നമ്മളൊക്കെ യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല, നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. കേരളത്തിൽ എവിടെയാണ് ചെറുപ്പക്കാരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്? ഈ നരേന്ദ്രമോദി സർക്കാരിനെയും BJP സർക്കാരിനെയും ഒക്കെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച് ഈ ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മൊത്തം ഓടിച്ചു വിട്ടു. എനിക്ക് തോന്നുന്നു 3-4 മാസം മുമ്പ് എന്താണ് കാനഡയിലേക്ക് ഒരു ദിവസം തന്നെ 1500 വരുന്ന ചെറുപ്പക്കാർ പറന്നുപോയി. UK-യിലേക്ക്, കാനഡയിലേക്ക്, ജർമ്മനിയിലേക്ക്, മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ തീർച്ചയായും കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ കൂട്ടത്തോടെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ സാഹചര്യം വളരെ, ഇത് അധികാരികൾ പോലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. നിയമസഭയിൽ പോലും ആ വിഷയം വന്നതുമാണ്.